ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ സൺഡേ ആയിട്ട് ഞാനും അമ്മയും ഒക്കെ കൂടി ഒന്ന് പാർക്കിൽ വരാൻ വെച്ച് നിൽക്കുക. അമ്മ അങ്ങനെ നടന്നു, ചിറ്റ കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു, ഞാനും കൂടെ അങ്ങനെ പോവാം. അപ്പോൾ പാർക്കിലെത്തിയിട്ട് ബാക്കി പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ പറവൂർ അംബേദ്കർ പാർക്ക്. ഇവിടെ അമ്മയും ചിറ്റയും ഒക്കെ മോളെ കൂടി വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിഡ് സെക്ഷനിലോട്ട് പോവാം. അവിടെയാണ് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്പോട്ടുള്ളത് കേട്ടോ. അതിലേ കൂടി പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ അനിയത്തി, ചിറ്റയുടെ മോള്. അതിൻ്റെ ചിറ്റ ഈയിലേ കൂടി പോണ വഴിക്ക് ബ്ലൂ സാരി കൊടുത്തിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ പിന്നെ കണ്ടുപിടിച്ചതാണ് ഫ്രണ്ട് കൊച്ചും. അവളിപ്പോൾ 7 മാസം പ്രഗ്നൻ്റായി നിൽക്കണതാണ്. ഇതാണ് പാർക്ക് സെക്ഷൻ. അവിടെ എത്തിയാൽ പിന്നെ ഞങ്ങളുടെ കൊച്ചിന് ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിക്കുള്ളൂ. ഓരോ സാധനത്തിൽ കയറി ഇറങ്ങി ഏക്കേക്കുള്ളൂ. പുറകെ ഒരാളെ എന്തായാലും വേണം. വീഴ്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ അവനെ കൈ കിട്ടില്ല. പിന്നെ ഇങ്ങനെ നടക്കും, വരികിനെ പോലെ ഇങ്ങനെ നടന്ന് പോകും. ഓരോ സാധനത്ത് കയറി ഇറങ്ങി ഇതൊക്കെയാണ് പരിപാടി. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ട് കേട്ടോ. ഇതവന് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ഭയങ്കര ഗുഹ പോലത്തെ ആണല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ സന്തോഷവും ഞങ്ങളുടെ സന്തോഷം. അവന് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പാർക്കും കാര്യങ്ങളൊക്കെ, ഭയങ്കര കാര്യവും. ഇതും ആണെങ്കിലും ഒക്കത്തിലും നല്ല ഇങ്ങനെ ആക്റ്റീവാണ് പുള്ളിക്കാരൻ. എല്ലാ കാര്യത്തിലാണെങ്കിലും എല്ലാം ആക്റ്റീവാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും ഞാനും. ഞങ്ങൾ ഇവന് കുഞ്ഞായിരുന്നപ്പോൾ ഒരു 6-7 മാസമൊക്കെ ഇപ്പോൾ വന്നായിരുന്നു കേട്ടോ. ഇവന് ഇറങ്ങണണ്ട് പോയിട്ട് ആ ചേച്ചി വരെയും പിടിക്കാൻ തോന്നുന്നു. അവനാണെങ്കിൽ നല്ല കളിയാണ് കേട്ടോ. ഇത് പുള്ളിക്കാൻ ഒരിത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. അതാണ് മുഖം ഇങ്ങനെ വല്ലാതെ നിൽക്കണം. പിന്നെ ഇനിയുള്ളത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പോട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ പിള്ളേർ സെറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് സരസ്വതിയുടെ ശില്പം കണ്ടോ. ഇവിടെ മൊത്തം ബോൾ കളിയാണ്, ഫുട്ബോൾ കളിയാണ്. ഓരോ പിള്ളേർ കളിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചിന് ഭയങ്കര പൂതിയാണ് അവരുടെ ഇടയിൽ പോയി കളിക്കാൻ. പിന്നെ വീഴ്ച കണ്ട ചിറ്റയും കൊച്ചും കൂടി നല്ല കളിയാണ്. പിന്നെ അവരുടെ ബോൾ എടുത്തുകൊണ്ട് പോവൽ ഒക്കെയായിരുന്നു. ലാസ്റ്റ് അവൻ്റെ അമ്മൂമ്മ പുതിയ ബോൾ വാങ്ങിക്കൊടുത്ത്. അത് കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ അടുത്ത് വന്നതാണ്. പിന്നെ അതായിട്ട് ചിറ്റയും അവനും തമ്മിൽ നല്ല കളി. ആർക്കോട്ട് ബോൾ കൊടുക്കുകയുമില്ല, അവനോട്ട് കളിക്കുകയുമില്ല. കണ്ടിങ്ങനെ എടുത്തുകൊണ്ട് നടക്കില്ല. അവിടുത്തെ കൂത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. കുറച്ച് ബലം ഉണ്ടാക്കി അവിടെ നിന്ന് വരാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ കൊച്ചേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മയും ചിറ്റേണയും കൂടി ഓട്ടോറിക്ഷ വിട്ട് ഞാനും അനിയത്തിയും കൊണ്ടാണ് വണ്ടിക്ക് ഞാൻ പോകാമെന്ന് വെച്ചത്. അപ്പോൾ കുറച്ച് മന്തിയും വാങ്ങാമെന്ന് വെച്ച് മന്തിക്കടലോട്ട് വിടുക കേട്ടോ. ഞാൻ ഈ സൈഡിലാണ് നമ്മുടെ മന്തിക്കട കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.